യമനിലെ ഇരുമ്പഴിക്കുള്ളിൽ ജീവനും മരണത്തിനുമിടയിൽ നിമിഷപ്രിയയുടെ പോരാട്ടം. 2008 ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹത്തോടെ നിമിഷപ്രിയ യമനിലേക്ക് യാത്ര തിരിച്ചു. തലസ്ഥാനമായ സനയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നഴ്സായി ജോലി ആരംഭിച്ചു. മികച്ച ജീവിതം ലക്ഷ്യമാക്കി 2014 സ്വന്തം ക്ലിനിക്ക് തുടങ്ങാനുള്ള തീരുമാനം അവൾ എടുത്തു. യമനിലെ നിയമപ്രകാരം ഒരു വിദേശിക്ക് ബിസിനസ് ആരംഭിക്കാൻ പ്രാദേശിക പങ്കാളി ആവശ്യമായിരുന്നു. അതിനായി അവൾ തലാൽ അബ്ദു മഹ്ദി എന്ന പ്രാദേശിക വ്യാപാരിയെ സമീപിച്ചു. 2015 കടം വാങ്ങിയ പണവുമായി 14 കിടക്കകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു. എന്നാൽ അതേ വർഷം യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. പ്രതിസന്ധികൾക്കിടയിലും നിക്ഷേപം നഷ്ടപ്പെടാതിരിക്കാനായി നിമിഷപ്രിയ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇതിനിടെ ക്ലിനിക്കിലെ വരുമാനമില്ലാതാവുകയും പങ്കാളിയായ മഹ്ദിയുമായുള്ള ബന്ധം മോശമാവുകയും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. നിമിഷപ്രിയയുടെ ആരോപണപ്രകാരം മഹ്ദി സാമ്പത്തിക ചൂഷണം നടത്തുകയും ശാരീരികമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും അവളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും പിടിച്ചെടുത്ത് ഇന്ത്യയിലെ കുടുംബവുമായി ബന്ധപ്പെടുന്നതും തടഞ്ഞു. 2016 അവൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല. 2017 ജൂലൈയിൽ സംഭവ വികാസങ്ങൾ ഗുരുതരമായ വഴിത്തിരിവിലേക്ക് നീങ്ങി. തന്റെ പാസ്പോർട്ട് തിരികെ നേടാൻ മഹ്ദിയെ മയക്കുന്നതിനായി നിമിഷ കെട്ടമൈൻ മരുന്ന് നൽകി. എന്നാൽ അതിന്റെ അമിത അളവ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി. പിന്നീട് സുഹൃത്തിന്റെ സഹായത്തോടെ മൃതദേഹം ഒളിപ്പിക്കുവാൻ ശ്രമിച്ചു. മൃതദേഹം വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ശേഷം നിമിഷ അവിടെ നിന്നും രക്ഷപ്പെട്ടു. കൊലപാതകത്തിന് ശേഷം യമനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ യമൻ സൗദി അതിർത്തിയിൽ വെച്ചാണ് നിമിഷപ്രിയയും സഹപ്രവർത്തകയായ ഹനാനും പോലീസിന്റെ പിടിയിലാകുന്നത്. രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് ഹനാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ 2ാം പ്രതിയായിരുന്ന ഹനാന് യമനിലെ കോടതി ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചു. കുറ്റം തെളിഞ്ഞതോടെ 2018 യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. സനയിലെ ജയിലിൽ അവൾ വധശിക്ഷയും കാത്തുജീവിച്ചു. ഈ സംഭവം പിന്നീട് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു. ബന്ധുക്കളും പിന്തുണക്കാരും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി. 2024 അമ്മയ്ക്കും ഭർത്താവിനും മകൾക്കും നിമിഷയെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. കൊല്ലപ്പെട്ട മഹ്ദിയുടെ കുടുംബവുമായി സംസാരിച്ച് മാപ്പ് നേടാനുള്ള ശ്രമങ്ങളും നടന്നു. ദയാധനം, ബ്ലഡ് മണി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇതിനായി ധനം സമാഹരിക്കുകയും യമനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറുകയും ചെയ്തു.